എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇത് സ്നാക്ക് മാത്രമല്ല, രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കേട്ടോ നമുക്ക് ഇതിലോട്ട് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ഈ ഒരു സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സവാള വാടിക്കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സവാളയുടെ കളർ അത്യാവശ്യം ഒന്ന് മാറി വരണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നമുക്കിതുപോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളർ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പൊടികളുടെ മണം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കിടണം കേട്ടോ. എങ്കിലും നമ്മുടെ ഈ ഒരു സവാളയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ സ്റ്റൗ എന്ന് പറയുന്നത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പൊടികളുടെ പച്ചമണം അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു തക്കാളി കേട്ടോ, ഒരു കുഞ്ഞു തക്കാളി മാത്രമാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു തക്കാളി മാത്രം മതി കേട്ടോ. ഒരുപാട് തക്കാളി ആയിക്കഴിഞ്ഞാൽ ആ ഒരു മസാലയുടെ ടേസ്റ്റ് ആകെ മൊത്തം അങ്ങോട്ട് മാറും. അതുകൊണ്ട് ഒരു ചെറിയൊരു തക്കാളി, എന്നിട്ട് അത് ചെറുതായിട്ട് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി നന്നായിട്ട് ആ ഒരു പേസ്റ്റ് പരുവത്തിലാകുന്നവരെ നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുണ്ടാവുക ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും. പിന്നെ ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉപ്പ് ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തിക്കോട്ടെ കേട്ടോ. ഇനി ഇതിലോട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മാവ് റെഡിയാക്കി എടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ കേട്ടോ. നന്നായിട്ട് ആ ഒരു ഗോതമ്പ് പൊടിയുടെ കട്ടകളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പാനിൽ നമുക്ക് ഗോതമ്പിൻ്റെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. അത് സാധാരണ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ്. അതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. പാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു സ്പൂൺ മാവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവി മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് കാത്തു നിന്ന് കഴിഞ്ഞാൽ മാവ് ആ ഒരു ഫ്രൈ പാനിൽ അങ്ങോട്ട് ഒട്ടി പിടിച്ചു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗോതമ്പിൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് പാനിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഗോതമ്പിൻ്റെ ദോശ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് കട്ടിയിലുള്ള ദോശ ആയി പോയത് കേട്ടോ. ഇച്ചിരി നൈസായിട്ടുള്ള ദോശ തന്നെയാണ് നമുക്ക് ആവശ്യം. എങ്കിലും നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അത് മാത്രം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ദോശ ഒന്ന് മറിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ മസാല ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. മസാല ചേർക്കുന്ന സമയത്ത് ഒരുപാടായി പോകണ്ട, ഈ ഒരളവിൽ മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു പീസ് ചീസാണ് കേട്ടോ. ഇനി ചീസ് തന്നെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചീസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അത് നേരെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു മുട്ട ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പപ്സ് കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതേപോലെ 2 കക്കിരിയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ കേട്ടോ. ഈ ഒരു ഫില്ലിങ്സ് എന്ന് പറയുന്നത് തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട പപ്സിൻ്റെ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഈ ഒരു ദോശ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പിൻ്റെ മാവ് കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ദോശയുടെ ചുറ്റുഭാഗത്തും ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കാം. ഇനി ഈ ഒരു ഗോതമ്പിൻ്റെ മാവ് ബാക്കിയില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരമായിട്ട് മൈദ ഉപയോഗിച്ചിട്ടും നമുക്കിതുപോലെ ഈ ഒരു ദോശയുടെ ചുറ്റുഭാഗത്തായിട്ടും ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇത് ഈ ഒരു ദോശ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം തന്നെ പതുക്കെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗോതമ്പിൻ്റെ മാവ് ഈ ദോശയുടെ ചുറ്റുഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു ഇത് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാതെ എടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒരു പാനിൽ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ഈ ഒരു ദോശ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡ് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള മസാലയും കൂടിയാണ് കേട്ടോ. ആ ഒരു പരുവത്തിലാണ് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. പുറമേ നിങ്ങൾ എന്താ പറയുക, നമ്മൾ പപ്സൊക്കെ കഴിക്കുമ്പോൾ പുറമേ കടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടുമല്ലോ, ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്നാക്ക് ഉള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചീസൊക്കെ കറക്റ്റായിട്ട് മെൽട്ടായി ആ ഒരു മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കോട്ടായിട്ട് ഇരിക്കുന്ന ആ ഒരു രീതിയിലുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ്. ബൈ.